IPL മത്സരങ്ങളെപ്പോലെ വീറും വാശിയും നിറഞ്ഞതാണ് താരലേലങ്ങളും. കളത്തിൽ 2 ടീമുകളാണ് മുഖാമുഖം വരുന്നതെങ്കിൽ താരലേലത്തിൽ 10 ടീമുകൾ തമ്മിലാണ് മത്സരം. IPL 18ാം പതിപ്പിന് മുന്നോടിയായുള്ള താരലേലം നവംബറിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെഗാ താരലേലമാണ് ഇത്തവണ. അതായത് ടീമുകൾക്ക് നിലനിർത്താൻ കഴിയുന്ന താരങ്ങളുടെ എണ്ണത്തിൽ പരിധിയുണ്ട്. ബാക്കി താരങ്ങളെല്ലാം ലേലത്തിനെത്തും. മെഗാ താരലേലം ചില ടീമുകൾക്ക് നേട്ടമാണ്, മറ്റ് ചില ടീമുകൾക്ക് കനത്ത തിരിച്ചടിയും. കാരണം കാലാകാലങ്ങളായി കെട്ടിപ്പടുത്ത ടീമിനെയാകും ചിലപ്പോൾ അവർക്ക് നഷ്ടമാവുക. എത്ര താരങ്ങളെ നിലനിർത്താനാവും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ BCCI ടീം ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു. 8 താരങ്ങളെ വരെ നിലനിർത്താൻ അനുവദിക്കണമെന്ന് ചില ടീമുകൾ ആവശ്യപ്പെട്ടു. 2 വരെ മതി എന്ന് പറഞ്ഞ ടീമുകളുമുണ്ട്. ഒടുവിൽ 5 താരങ്ങളെ വരെ നിലനിർത്താമെന്ന തീരുമാനത്തിൽ BCCI എത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. 2022 അവസാനമായി മെഗാ താരലേലം നടന്നത്. അന്ന് നിലനിർത്താവുന്ന താരങ്ങളുടെ പരമാവധി എണ്ണം 4 അത് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് 2 വിദേശ താരങ്ങളെ വരെ നിലനിർത്താമെന്നതായിരുന്നു നിയമം. ഇത്തവണ അത് എത്രയാവും എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. അതേസമയം റൈറ്റ് ടു മാച്ച് സമ്പ്രദായം ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് മറ്റൊരു വിവരം. ഒരു ഫ്രാഞ്ചൈസി ലേലത്തിൽ സ്വന്തമാക്കിയ താരത്തെ ലേലം കൊണ്ട തുക നൽകി ആ കളിക്കാരന്റെ നിലവിലെ ടീമിന് തിരിച്ചുപിടിക്കാൻ കഴിയുന്നതാണ് RTM വ്യവസ്ഥ. ഈ രീതിയോട് മിക്ക ഫ്രാഞ്ചൈസികളും എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ആരാധകർ ആകാംക്ഷയിലാണ് എത്ര താരങ്ങളെ ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നതിൽ. അതുപോലെ തന്നെ ആരെയൊക്കെയാകും നിലനിർത്തുക എന്നതിലും. ഏറ്റവും ആകാംക്ഷ രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുമോ എന്നതിൽ തന്നെയാണ്.